വണ്ടാനം മെഡിക്കൽ കോളേജിലെ സെൻട്രൽ ലൈബ്രറി ഹാളിലാണ് ആ കുട്ടികൾക്ക് അവസാനമായിട്ടുള്ള അവരെ കാണാനുള്ള ഒരു പൊതുദർശന സൗകര്യം അവരുടെ സഹപാഠികൾക്കും മറ്റ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമൊക്കെയായി ഒരുക്കിയിട്ടുള്ള എല്ലാവരെയും അങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നു. ഏകദേശം 1 മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചത്. ഷിനോജ് നമുക്കൊപ്പം തുടരുന്നു. ഷിനോജ്, എല്ലാവരെയും അങ്ങോട്ടേക്ക് എത്തിച്ചല്ലോ. 1 മണിക്കൂർ കൊണ്ട് പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിയുമോ? അത്രയധികം ആളുകളും എനിക്ക് തോന്നുന്നു നാട്ടുകാരും ഒക്കെ ഒരുപക്ഷെ ഈ ഒരു വേദനയിൽ അതിനോടൊപ്പം പങ്കുചേരാൻ അങ്ങോട്ടേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഓരോരുത്തരെയും അവരവരുടെ വീടുകളിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള അരുൺ ശങ്കറാണ്. അരുൺ, എങ്ങനെയാണ് 1 മണിക്കൂർ കൊണ്ട് പൊതുദർശനം പൂർത്തിയാകുമോ? എല്ലാവരെയും അതാതിടങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ നേരത്തെ ഒരുക്കിയതായി മന്ത്രി പി പ്രസാദ് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ? ഒരുപാട് പേർ ഈ 5 പേരെ അവസാനമായി ഒരു നോക്ക് കാണാനും ആദരാഞ്ജലി അർപ്പിക്കാനുമായിട്ട് ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. 1 മണിക്കൂർ കൂടുതൽ എടുക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു 12:30 കൂടി ആകാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് നേരെ 5 മൃതദേഹങ്ങളും അവരുടെ നാട്ടുകളിലേക്കും അതോടൊപ്പം സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഇടത്തേക്കുമാണ് കൊണ്ടുപോകുന്നത്. ആയുഷ് ഷാജിയുടെ അച്ഛനും അമ്മയും ഇന്ത്യയിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അച്ഛനും അമ്മയും വന്നതിന് ശേഷമായിരിക്കും ആയുഷ് ഷാജിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഹലോ അരുൺ, പറഞ്ഞോളൂ, കേൾക്കാം. സെൻട്രൽ ലൈബ്രറി ഹാളാണ് കാണുന്നത്. കുട്ടികളൊക്കെ പലയിടങ്ങളിലായി തടിച്ചുകൂടി നിൽക്കുന്നു. വല്ലാത്തൊരു വേദനയിലാണ് അവരെല്ലാവരും. അവരുടെ കൂടെ ഇന്നലെ വരെ കളിച്ചു ചിരിച്ചവരുടെ കൂടെ ഉണ്ടായിരുന്ന, ഒരുമിച്ച് പഠിച്ചും വർത്തമാനങ്ങൾ പറഞ്ഞും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളുമൊക്കെ പങ്കുവെച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട 5 കൂട്ടുകാരാണിപ്പോൾ ചലനമില്ലാതെ ആ സെൻട്രൽ ലൈബ്രറി ഹാളിൽ കിടക്കുന്നത്. വല്ലാത്ത വേദന കുട്ടികളുടെ മുഖത്തും അധ്യാപകരുടെ മുഖത്തും അവിടുത്തെ ജീവനക്കാരുടെ മുഖത്തും ഒക്കെ നിഴലിക്കുന്നുണ്ട്. അരുൺ തുടരാം. അരുൺ, ഇപ്പോൾ ലൈബ്രറി ഹാൾ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരം നടക്കുകയാണ്. നിസ്കാരമാണ് ഇപ്പോൾ ഇവിടെ പ്രത്യേകം സജ്ജമാക്കിയ മുറിയിൽ നടക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക വിശ്വാസികളായ 2 കുട്ടികൾ മരണപ്പെട്ടിരുന്നു. അവരുടെ അന്തിമ ചടങ്ങുകൾ ഇവിടെ ഇപ്പോൾ നടക്കുകയാണ്. അതാണ് മുറിയിൽ നടക്കുന്നത്. മറ്റ് 3 മൃതദേഹങ്ങൾ ലൈബ്രറി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. നിസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ മുഹമ്മദ് ജബ്ബാറിൻ്റെയും മുഹമ്മദ് ഇബ്രാഹിമിൻ്റെയും നിസ്കാര ചടങ്ങുകളാണ് മെഡിക്കൽ കോളേജിലെ പ്രത്യേകം സജ്ജമാക്കിയ മുറിയിൽ നടക്കുന്നത്. മതപരമായ ചടങ്ങുകൾ കൂടി പൂർത്തിയാക്കിക്കൊണ്ടാണ്. കാരണം മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ സംസ്കാര ചടങ്ങുകൾ എറണാകുളത്താണ് നടക്കുന്നത്. ലക്ഷദ്വീപ് സ്വദേശിയാണെങ്കിലും എറണാകുളത്താണ് ചടങ്ങുകൾ നടക്കുന്നത്. അതിപ്പോൾ ഇവിടെ വെച്ച് തന്നെ നടത്തുകയാണ്. ഇപ്പോൾ നമുക്ക് പൊതുദർശനം നടക്കുന്ന സ്ഥലത്തേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. ഇവിടെ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ നിരവധി പേർ എത്തിയിട്ടുണ്ട്. ആ ചടങ്ങുകൾ പൂർത്തിയാക്കിയിട്ടായിരിക്കും 2 പേരുടെ മൃതദേഹം പൊതുദർശന വേദിയിലേക്ക് കൊണ്ടുവരിക. നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് തോന്നുന്നു. വിദ്യാർത്ഥികൾ അവിടെ വരി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൊതുദർശന ചടങ്ങുകളിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി എത്തുകയാണ്. മെഡിക്കൽ കോളേജിലെ മുഴുവൻ ബാച്ചുകളിലെയും വിദ്യാർത്ഥികൾ അവിടേക്ക് എത്തും. 1.5 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ചെടി മെഡിക്കൽ കോളേജിലെ 128ാമത്തെ ബാച്ചിൽ 1.5 മാസം മുമ്പ് അഡ്മിഷൻ എടുത്ത കേരളത്തിൻ്റെ ലക്ഷദ്വീപിൽ നിന്ന് വരെ വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളെയാണ് 5 പേരെ ഇന്നലെ രാത്രി നടന്ന ദൗർഭാഗ്യകരമായ ഒരു വാഹനാപകടത്തിൽ കേരളത്തിന് നഷ്ടമായത്. അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് പൊതുദർശനത്തിനായി കൊണ്ടുവന്നിരിക്കുകയാണ്. സെൻട്രൽ ലൈബ്രറി ഹാളിലാണ് പൊതുദർശന ചടങ്ങുകൾ നടക്കുന്നത്. അവസാനമായി അവരെ ഒന്ന് കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് കടന്നു പോകാൻ ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരും കൂട്ടുകാരും എല്ലാവരും അതിനുവേണ്ടി അവർ അവിടെ കാത്തു നിൽക്കുകയാണ്. സെൻട്രൽ ലൈബ്രറി ഹാളിൻ്റെ സ്റ്റെയർ കേസിൽ അതിനപ്പുറത്തേക്കുള്ള നീളമേറിയ വരാന്തയിലൊക്കെ വിദ്യാർത്ഥികൾ കാത്തു നിൽക്കുകയാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്. മന്ത്രി വീണ ജോർജ്, മന്ത്രി പി പ്രസാദ്, മന്ത്രി സജി ചെറിയാൻ എല്ലാവരും തന്നെ അവിടെ ഉണ്ട്.
അരുൺ ശങ്കർ തുടരുന്നു. അരുൺ, ഈ മൃതദേഹം എങ്ങോട്ടേക്കാണ്? എന്തെങ്കിലും ചടങ്ങുകൾക്കായി കൊണ്ടുപോകുന്നതാണോ? ദിവിഷ, ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിൻ്റെയും അതുപോലെ മുഹമ്മദ് ഇബ്രാഹിമിൻ്റെയും മൃതദേഹം ഇപ്പോൾ പൊതുദർശനം നടക്കുന്ന ലൈബ്രറി ഹാളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നവരുടെ മതപരമായ ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിരുന്നു. അത് പൂർത്തിയാക്കിയിട്ടാണ് ഇപ്പോൾ മൃതദേഹങ്ങളും ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ 5 പേരും ലൈബ്രറി ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരവസാനമായി നിരവധി പേരാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. പൊതുദർശനം ആരംഭിക്കാൻ പോവുകയാണ്. സഹപാഠികളും സഹപാഠികളും അവരുടെ കുടുംബ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെയായി നിരവധി പേർ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കുടുംബത്തെ കാണാൻ വേണ്ടിയിട്ട്. കാരണം അവരെ സംബന്ധിച്ച് ഈ കലാലയത്തിൽ ആദ്യത്തെ വർഷമായിരുന്നു. ആദ്യത്തെ വർഷം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 മാസങ്ങൾ മാത്രമായിരുന്നു അവരുടെ ചെലവഴിച്ചത്. പക്ഷേ അവരുടെ ആ സ്വപ്നഭൂമികയിൽ നിന്ന് അതിവിട്ടൊരു ചിത്രശലഭം പോലെ പറന്നു വരികയാണ്, ഓർമ്മയായി പറന്നു വരികയാണ്. അവരെ അവസാന കണ്ട് കണ്ണീർപ്പൂക്കൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവരുടെ സുഹൃത്തുക്കൾ എത്തിയിരിക്കുന്നത്. ചെറിയ കാലത്ത് വന്ന് അതൊരു വലിയ നോവുന്ന ഓർമ്മയായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ സഹപാഠികളെ ഇപ്പോൾ കടത്തിവിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് പോലീസ് നടത്തുന്നത്. അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി അബ്ദുൽ ജബ്ബാറിൻ്റെയും ഇബ്രാഹിമിൻ്റെയും മൃതദേഹം ഇപ്പോൾ പൊതുദർശനം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പൊതുദർശനം തുടങ്ങിയിരിക്കുകയാണ്. ആളുകൾ മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ വാപ്പ ഇവിടെ എത്തിയിരിക്കുകയാണ്. ലക്ഷദ്വീപിൽ നിന്നാണ് ഇബ്രാഹിമിൻ്റെ വാപ്പ ഇവിടെ എത്തിയത്. ഇന്നലെ രാത്രിയാണ് വിവരം അറിഞ്ഞത്. പക്ഷേ അവർക്ക് അവിടെ നിന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇവിടേക്ക് എത്താനുള്ള യാത്രാ സൗകര്യം പരിമിതമാണ്. അവിടെ നിന്ന് രാവിലെ ഹെലികോപ്റ്ററിൽ അവിടെ തന്നെ പിന്നീട് യാത്രാ വിമാനത്തിലും കൊച്ചിയിലെത്തി. അവിടെ നിന്നാണ് ഇപ്പോൾ ഇബ്രാഹിമിൻ്റെ വാപ്പയും ഇവിടെ എത്തിയിരിക്കുന്നത്. അവർ മകൻ്റെ സംസ്കാര ചടങ്ങുകൾ കേരളത്തിൽ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണം നടത്തിയിട്ട് കൊച്ചി സെൻട്രൽ ജുമാ മസ്ജിദിലാണ് ഇബ്രാഹിമിൻ്റെ അന്തിമ ചടങ്ങുകൾ, ഖബറടക്കമുള്ള ചടങ്ങുകൾ നടക്കുക. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ലൈബ്രറി ഹാളിലാണ് പൊതുദർശനം നടക്കുന്നത്. 5 കുട്ടികളുടെയും മൃതദേഹങ്ങൾ അങ്ങോട്ടേക്ക് എത്തിച്ചു. മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിൻ്റെയും 2 പേരുടെയും മുഹമ്മദ് ഇബ്രാഹിമിൻ്റെയും മൃതദേഹങ്ങൾ അങ്ങോട്ടേക്ക് എത്തിച്ച് മയ്യത്ത് നമസ്കാരം നടത്തിയ ശേഷം ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് പൊതുദർശനത്തിനായി കൊണ്ടുവന്നത്. 5 പേരുടെയും മൃതദേഹങ്ങൾ അവിടെയുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം ഒരുപക്ഷെ നീണ്ടുപോകാനിടയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പൊതുദർശനം അതിനുശേഷം എല്ലാവരുടെയും അതാത് ഇടങ്ങളിലേക്ക്, വീടുകളിലേക്ക് കൊണ്ടുപോകും.